ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വ്യൂസ്. ഇന്ന് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നമ്മുടെ ഫോണിലേക്ക് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള കോളുകൾ വരിക. നമ്മുടെ നമ്പറിൽ സേവ് ചെയ്ത് വെച്ചിട്ടില്ലാത്ത അനാവശ്യമായിട്ടുള്ള കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഇതെങ്ങനെയാണ് ഇവർക്ക് നമ്മുടെ നമ്പർ കിട്ടുന്നത് എന്നുള്ളത്. അത് മാത്രമല്ല, നമുക്ക് ഇത് എന്തെങ്കിലും കാരണം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സെറ്റിംഗ്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാൻ പറ്റുമോ നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്കറിയാം നമ്മുടെ ഫോണിന്റെ ഡയലർ പാഡ് കണ്ടില്ലേ, ഡയലർ പാഡ്. ഈ ഡയലർ പാഡ് അതുവഴിയാണ് നമുക്ക് കോളുകൾ വരുന്നത് അല്ലേ. നമ്മുടെ ഫോണിലേക്ക് കോൾ വരുന്ന സമയത്ത് നമുക്ക് ഈ കോൺടാക്ട്സിലുള്ള ആളുകളാണോ അല്ലേ എന്നുള്ളത് നമുക്കൊന്നും അറിയാറില്ല. ഇവിടെ കണ്ടില്ലേ, ഇവിടെ കുറേ കോൺടാക്ട്സുകൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഈ കോൺടാക്ട്സിൽ നമ്മൾ അറിയാത്ത നമ്പറിൽ നിന്ന് കോൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ 3 ഡോട്ട്സ് കാണുന്നില്ലേ, ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. 3 ഡോട്ട്സിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഓപ്ഷനാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ബ്ലോക്ക്ഡ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ ബ്ലോക്ക്ഡ് നമ്പേഴ്സ് ഒന്ന് നിങ്ങളുടെ ഫോണിലൊന്ന് ഇപ്പോൾ തന്നെ ഞാൻ പറയുന്ന സമയത്ത് തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ബ്ലോക്ക്ഡ് നമ്പേഴ്സ് എടുക്കുക. ഇവിടെ നമുക്ക് ബ്ലോക്ക്ഡ് നമ്പേഴ്സിൽ നമുക്ക് ഏറ്റവും മുകളിൽ കാണാം അൺനോൺ ബ്ലോക്ക്ഡ് കണ്ടില്ലേ. ഈ ഒരു ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇവിടെ നമുക്ക് അറിയാത്ത കോളുകൾ, അറിയാത്ത ആളുകളുടെ നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ, സ്പാം കോളുകൾ, കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ, അതിന്റെ തൊട്ട താഴെയായിട്ട് മറ്റൊരു ഓപ്ഷൻ കൂടി കാണിക്കുന്നുണ്ട്, യു വോണ്ട് റിസീവ് കോൾസ് കണ്ടില്ലേ. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കൂടി സാധിക്കും, നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ ഇവിടെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്യാനും സാധിക്കും. ഇവിടെ നമുക്ക് താഴെ കാണുന്നതിന്റെ കുറച്ച് നമ്പറുകൾ ഞാനിവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ അൺനോൺ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫോണിലേക്ക് അനാവശ്യ കോളുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കോളർ ഐ ഡി ആൻഡ് സ്പാം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം കോളർ ആൻഡ് കണ്ടില്ലേ സ്പാം ഐ ഡി. അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നൊക്കെ അനാവശ്യമായിട്ട് വരുന്ന കോളുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ, അതേപോലെ സ്പാം കോളുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കോളുകളൊന്നും നിങ്ങൾക്ക് ഫോണിലേക്ക് വരില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മുകളിലുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, കോളർ ആൻഡ് സ്പാം ഐ ഡി എന്നുള്ളത്, അത് എനേബിൾ ചെയ്ത് വെക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി താഴെയുള്ള സ്പാം ഫിൽറ്റർ സ്പാം കോൾസ് എന്നുള്ള അതും കൂടി എനേബിൾ ആവും. ഇവിടെ താഴെ പറയുന്നുണ്ട് ഗൂഗിൾ എന്ത് ചെയ്തോളും, ഗൂഗിള് നമ്മുടെ ഈ കോളുകളെല്ലാം ആരാണ് വിളിക്കുന്നത് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്തോളും, നമുക്കൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് അറിയിക്കും. അതായത് സ്പാം കോൾ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിച്ചു തരും. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം സുരക്ഷിതമായിട്ട് കോൾ എടുക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ പല കമ്പനികളിൽ നിന്ന് വരുന്ന ഓഫറുകളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കോളുകൾ നിങ്ങൾക്ക്, സ്പാം കോളുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വഴി ഒഴിവാക്കുവാനും